നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശിവനെ, എങ്ങോട്ടാണോ എന്റെ കൊണ്ടുപോണത്? അറക്കാൻ വില കൊടുത്ത് വാങ്ങിയ മാളിനെ കത്തിക്ക് കഴുത്തറക്കുകയാണോ അതോ തല്ലിക്കൊല്ലുകയാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ജഗദീപ് കുമാർ, ഓ, അത്യാവശ്യം നല്ല തരികിടകളൊക്കെ മനസ്സിലാകുന്ന ആൾക്കാരാ ഞാനും എന്റെ മോളും. ജഗദീപ് ഒരു ഉടായ്പ് കാട്ടിയാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അയ്യോ, അതല്ല അമ്മേ, അത് പിന്നെ ഞാനേ അട്ടയുടെ കണ്ണും കുതിരയുടെ കൊമ്പും കണ്ടവരെന്ന് പറയില്ലേ? ഞങ്ങളുടെ അടുത്താ. അതെ, ഞാനെല്ലാം പറയാം. ഇതൊരു അഭിനയമാണേ. മനസ്സിലായി ജഗദീപ് സാറേ. സാറിനെ എല്ലാരും കൂടി പിടിച്ചു നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് സംശയിച്ചു ആദ്യം. പിന്നല്ലേ ഇവള് കാര്യം പറഞ്ഞത്. സാധാരണക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ സാറ് തന്നെ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയതാണെന്ന്. അതിനുവേണ്ടി ആളുകൾക്കിടയിൽ സാർ പിച്ചക്കാരനായോ ലോട്ടറിക്കാരനായോ ഒക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനൊരു തട്ടിപ്പുകാരനായി അഭിനയിക്കുമെന്ന് ഇവള് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ രാജകുമാരിയെ കണ്ടെത്താനായി ഞാൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിപ്പോ ഈ പിച്ചക്കാരനായിട്ടോ ലോട്ടറി കച്ചവടക്കാരനായിട്ടോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിട്ടോ അങ്ങനെ ഏത് വേഷം. അപ്പൊ സീൻ മാറിയ ശിവനേ. എന്റെ പൊന്ന് ജഗദീപ് സാറേ, സാറെന്തിനാ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഇങ്ങനെ പിച്ചക്കാരനായും തട്ടിപ്പുകാരനായിട്ടും ഒക്കെ നടക്കുന്നത്? ആ പെൺകുട്ടിയല്ലേ സാറിന്റെ തൊട്ടടുത്തിരിക്കുന്നത്. എന്റെ മോളോട് സാറിനൊരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്കൊരു സൂചന തോന്നിയിട്ടുണ്ട്. എന്ന് കരുതി ചാടിക്കയറി കല്യാണം കഴിക്കാനൊന്നും ഞാൻ പറയില്ല കേട്ടോ. കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പരസ്പരം വിശദമായി പരിചയപ്പെട്ട് അന്യോന്യം മനസ്സിലാക്കിയിട്ടൊക്കെ മതി. അടിപൊളി. സീൻ മാറി സ്ഥിതിക്ക് ഞാൻ ഇനി ചിറക്കൽ രാമേന്ദ്രന്റെ മോൻ ജഗദീപ് കുമാർ തന്നെ. വെയിറ്റ് ഒട്ടും കുറയ്ക്കണ്ട. ജഗദീപ് സാറ് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിശദമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുമായിരുന്നു. പരിഗണിക്കാവുന്നതാണ്. പക്ഷേ എന്റെ അധിക സമയം വേസ്റ്റ് ആക്കരുത് കേട്ടോ. യുനോ മൈ ടൈം ഈസ് മൈ മണി. ഇല്ല സാറേ, പെട്ടെന്ന് വിടാം. ഓ, മുസ്തഫ, കാർ വീട്ടിലേക്ക് തന്നെ പോട്ടെ. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. മുഴുവൻ മനസ്സിലായതുമില്ല. മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. താൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവന്തിയേട്ടത്തെ കുറിച്ചല്ലേ? അവന്തിയേട്ടത്തെ കൊല്ലുന്നോ? ഇന്നിപ്പോ വേറൊരു നിവൃത്തിയും കണ്ടില്ലെങ്കിൽ സന്ദീപിന്റെ ആതിരയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കും. അപ്പോ വലിയ പ്രശ്നങ്ങൾ നടക്കും. അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സന്ദീപിനെ കൊണ്ട് ഏതു വിധേനയും അനഘയെ കല്യാണം കഴിപ്പിക്കാൻ കാത്തിരിക്കുന്ന അവന്തിയെടുത്തി അതിനൊക്കെ പകരം ചെയ്യുമായിരിക്കും. പക്ഷേ തന്റെ ഒരു നിഗമനം തെറ്റാണ്. എത്ര വാശിയുണ്ടെങ്കിലും ഒരു കൊലപാതകം ചെയ്യാനുള്ള മനസ്സൊന്നും എടുത്തിക്കില്ല. ആ മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, കൊല്ലും ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക. നല്ല വഴിയിലൂടെ മാത്രം നടക്ക്.
എന്റെ വഴി കൊല്ലും കൊലയും രക്തവും ഒക്കെ നിറഞ്ഞതാ. ചിലപ്പോ നമ്മളിത് മുൻകൈ എടുത്ത് നടത്തിയോണ്ട് വലിയൊരു പിണക്കത്തിലേക്ക് ചെന്നെത്തുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ ദിവസത്തെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. എല്ലാവരും എല്ലാം അറിയുന്ന ദിവസത്തെപ്പറ്റി. അച്ഛൻ ചിലപ്പോ എല്ലാം ക്ഷമിച്ചാലും അവന്തിക അടുത്തേക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. അമ്മയുടെ സ്നേഹം തന്ന ഞങ്ങളെ മൂന്നുപേരെ നോക്കിയ ആളായി എടുത്തി ആ മനസ്സ് വേദനിപ്പിക്കുന്നതിന് എന്ത് ശിക്ഷയാണോ ഈശ്വരന്റെ കോടതിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? ഏട്ടത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്, എനിക്ക് അത്രേ ഉള്ളൂ. എല്ലാം വരുമ്പോലെ വരട്ടെ, അല്ല എന്താ പറയാനാ. ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പുവരാം. ഇന്ന് ഈ വിവാഹം നിശ്ചയം നടക്കുമെന്ന് ഉറപ്പായാൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ എല്ലാം പറയും. അതിനുശേഷം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം എനിക്ക് എന്റെ അനിയനെ കണ്ടെത്തണം. ഇനി മറ്റൊരു പ്രതീക്ഷ എനിക്കില്ല. തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ പറഞ്ഞതുപോലെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയെന്ന് വരാം. തന്റെ അച്ഛനും അമ്മയും അനൂപേട്ടനും ഉൾപ്പെടെ. നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും താൻ പിടിച്ചു നിൽക്കണം. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് മനസ്സിലായി സച്ചേട്ടാ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ചെയ്യാനാവില്ലല്ലോ നമുക്ക്. സച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും അവസാനം പറഞ്ഞത് എനിക്ക് വേണ്ടതിലേറെ ധൈര്യം തരുന്നതാ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയ സമയത്തൊക്കെ അത് നിസ്സാരമായി മറികടന്ന് പോയിട്ടുണ്ട് നമ്മള്. അതുപോലെ ഇന്നും ഈശ്വരനൊരു വഴി കാണിച്ചു തരും നമുക്ക്. അഥവാ അങ്ങനെയല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അവസാനവും ഇന്ന് തന്നെയാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഉറക്കത്തില് മഹിയേട്ടൻ പിച്ചും പേയും ഏതോ പിശാചിന്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. മരുന്നിന്റെ സെഡേഷൻ ആയിരിക്കും. ഓരോരോ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അലാം എന്തെങ്കിലും വെക്കണം. എന്തിനാ? എനിക്ക് കൃത്യസമയത്ത് എങ്ങ മരുന്നൊക്കെ എടുത്തു തരുന്നുണ്ട്. എന്നിട്ട് മഹിയേട്ടൻ ഇപ്പൊ ഉറക്കമില്ലായിരുന്നോ? ആരും വിളിച്ചുണർത്തി മരുന്ന് തന്നില്ലല്ലോ. ഞാൻ എടുത്തുതരാം. അതിന് ഇപ്പൊ കഴിക്കേണ്ട മരുന്ന് ഏതാണെന്ന് ശ്രേയയ്ക്ക് അറിയാമോ? ഗംഗെ, ഇതിലേത് മരുന്നാ ഇപ്പൊ മഹിയേട്ടന് കൊടുക്കാനുള്ള? ഇപ്പൊ മഹിയേട്ടന് മരുന്നൊന്നും കഴിക്കാനില്ല. ഓ, ഇല്ലായിരുന്നോ? ഇല്ല ശ്രേയച്ചി. എന്നാ ഇനി നോക്കിയ സമയത്തിന് മഹിയേട്ടന് മെഡിസിൻ ഒക്കെ എടുത്തു കൊടുക്കണം കേട്ടോ. കൊടുക്കാം. ആ, ഗംഗയുടെയും നകുലിന്റെയും വിവാഹം ഇനി നീട്ടിവെക്കുന്ന ശരിയാണോ? നകുലിനും എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് തന്നെ ആഗ്രഹം. അവനാണെങ്കി എപ്പോഴും ഇവിടെ വന്ന് പോകുന്നുണ്ട്. അയാൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം ഈ വീട്ടിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാനും അത് ഓർക്കാഞ്ഞിട്ടല്ല മോനെ. പക്ഷേ ഈ ആലോചന കൊണ്ടുവന്നതും വിവാഹം പെട്ടെന്ന് നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിശ്ചയം വരെ എത്തിച്ചതും ജാനകിയമ്മയാ. നകുലൻ ഇവിടെ വരുന്നതിനോ ഗംഗയെ കാണുന്നതിനോ നമ്മൾ എതിര് പറഞ്ഞ അത് ജാനകിയമ്മയ്ക്ക് വിഷമാവും. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. ഇനി വെറുതെ ആ വിവാഹം നീട്ടിക്കൊണ്ടുപോയി നാട്ടുകാർക്ക് കഥകൾ ഉണ്ടാക്കി പറയാൻ അവസരം കൊടുക്കണ്ട. നമുക്ക് ആലോചിക്കാം. ഇനി എന്താ ആലോചിക്കാനാ? വിവാഹം എന്ന് നടത്താമെന്ന് ആലോചിക്കാന്നാ ഞാൻ പറഞ്ഞത്. ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നിശ്ചയിക്കണം. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കാം. വിവാഹം നടത്ത. അതിന്റെ ഒപ്പം
നിന്റെയും ശ്രേയയുടെയും കൂടി വിവാഹം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അവളും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. നീ എന്തോന്നും പറയാത്തത്? വിവാഹത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാ എനിക്കിപ്പോ ഉള്ളത്. അതെന്താ മോനെ, നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ? ശ്രേയ എത്രയോ നാളായി നിന്റെ ഒരു സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് അവളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാ. നിനക്കെന്താ അത് മനസ്സിലാവാത്തത്? എനിക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ എന്റെ മനസ്സിലും ഉണ്ട്. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് അമ്മയോട് തുറന്നു പറ. നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാലോ. ഞാനിപ്പോ ഒന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ നകുലിനെ ഉദ്ദേശിച്ചാണോ ഈ പറയുന്നത്? അവനെക്കുറിച്ചുള്ള സംശയം നിനക്കിതുവരെ മാറിയില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് വേദനിക്കുന്നു. എന്നൊന്നും ചെയ്യല്ലേ. വിട് വിട് ചേച്ചി. ചേച്ചി വിട്. ഇന്ന് കാണിച്ചു തരാടി. ശ്രേയച്ചി, നിനക്ക് മതിയായില്ലല്ലേ ശ്രേയ? ഇന്നത്തോടെ തീർത്തു തരാൻ നിന്റെ അഹങ്കാരം. അയ്യോ അയ്യോ ശ്രേയച്ചി, എന്താ പറ്റിയേ? എന്നെ ചവിട്ടി തെറിപ്പിച്ചിട്ട് നീ നിന്ന് മോണ അച്ചു കളിക്കുന്നോടി. നിന്നെ ഞാനിന്ന് അയ്യോ, എന്നെ കൊല്ലുന്നേ. ഇവൾക്ക് എവിടുന്ന ഇത്ര ശക്തി കിട്ടിയേ? അയ്യോ എന്റെ ശ്രീമഹേശ്വര, എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഇവളെന്താ ഇങ്ങനെ? ഇനി ഇത് ഗൗരിയുടെ പണിയാണോ? അയ്യോ, മോതിരം. അയ്യോ, മോതിരം അവിടെയാണല്ലോ. വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ ഗൗരി എന്നെ കൊല്ലും. തൽക്കാലം നിനക്ക് ഇത് മതി. ശ്രേയച്ചി, ശ്രേയച്ചി. അയ്യോ, ഇനി അവൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നോട് കളിക്കരുത്. നീ ഗംഗയാണോ പ്രേതമാണോ? ചേച്ചി, ശ്രേയച്ചി. വേണ്ട, നീ എന്നൊന്നും വിളിക്കണ്ട. അമ്മേ, അമ്മേ, ചേച്ചി, അമ്മേ, അമ്മേ. എന്താ എന്താ മോളെ നിനക്ക് പറ്റിയേ? ആ ഗംഗ എന്നെ ഉപദ്രവിച്ചമ്മേ. ഗംഗയോ?
ഗംഗ എങ്ങനെ നിന്നെ ഉപദ്രവിക്കുന്നേ? നിന്റെ പകുതി പോലും ആരോഗ്യം അവക്കുണ്ടാവില്ല. നിനക്ക് അവളെ കാലി വാരി നിലത്തടിച്ചൂടായിരുന്നോ? എന്റെ അമ്മേ, ഞാൻ അവളൊന്ന് തൊട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവൾ എന്നെ ഒറ്റ ചവിട്ടിന് ഭിത്തിയിലൊട്ടിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കും തന്നെ മുഴക്കും ഇവിടെന്താ കാര്യം? ഗംഗാധര പണിക്കർ BP കൂട്ടണ്ട. ഞങ്ങള് വലിഞ്ഞു കയറി വന്നതല്ല, ക്ഷണിച്ചിട്ട് തന്നെയാ വന്നത്. ഇത് കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാ. ഞങ്ങൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ദക്ഷ മകളെയും കൂട്ടി പോവാൻ നോക്ക്. ക്ഷണിച്ചിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? സഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് അവന്റെ ഭാര്യ ലച്ചു ക്ഷണിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ഭാര്യ കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവർ. ഭാര്യയെന്ന് പറഞ്ഞ മാത്രം പോരല്ലോ. നിലവിൽ 2 പേരായി ഈ വീട്ടിലുള്ളത്. അപ്പൊ നീ കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലേടി ഇവളെ മോളെ ഇങ്ങോട്ട് വരുത്തിയത്? ഇവര് വന്നതിന് അമ്മ എന്റെ തല കയറാനൊന്നും നിക്കണ്ട. 2 കൊച്ചു മരുമക്കളോട് വിളിച്ചു ചോദിക്ക് ആരാ ഇവരെ ക്ഷണിച്ചതെന്ന്. ഞങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വന്ന് സ്വീകരിച്ചോളും. നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. ദക്ഷാമയും സഞ്ജനയും വരില്ലെന്ന് ഞാൻ കരുതിയത്. ലച്ചു ആത്മാർത്ഥമായി ക്ഷണിച്ച ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? ലച്ചു സഞ്ജുന്റെ ഭാര്യയായി ഈ വീട്ടിൽ വന്നിട്ട് സഞ്ജുന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷായി. മുത്തശ്ശിയെ കൂടി കൂട്ടിക്കൊണ്ടു വരേണ്ടതായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ല ലച്ചു. ഓ, ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റാ. ലച്ചു തന്നെ സഞ്ജുവിനെ ഏൽപ്പിച്ചാ മതി. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് ഇതൊക്കെ പതിവുള്ളതല്ലേ. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങളെ 2 പേരെയും ക്ഷണിക്കുന്നുണ്ട്. നിങ്ങക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതിനൊക്കെ സമയമുണ്ടല്ലോ. നിന്റെ ഭർത്താവ് എവിടെ? സഞ്ജുട്ടൻ മേളില. നീ വാലച്ചു, സഞ്ജുവിനെ കൂടി എനിക്കൊന്ന് കാണണം. അതിനിപ്പോ എന്താ? സഞ്ജന വാ. എനിക്ക് കവിതയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കമ്പനിയെ സംബന്ധിച്ച് തന്നെ. ഒരിക്കൽ ഞാൻ അവിടെ വന്ന് പറഞ്ഞതാ. ദക്ഷ വരൂ, എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജു ഏട്ടനോട് ഗിഫ്റ്റിന്റെ കാര്യമൊന്നും ഞാൻ പറയില്ല. സഞ്ജു ഏട്ടൻ ഈ ഡ്രസ്സാണ് ഞാൻ ഫംഗ്ഷന് വരുന്നതെങ്കിൽ ആ മനസ്സില് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് വ്യക്താവും. നിന്റെ സഞ്ജു ഏട്ടൻ ഈ ഡ്രസ് അല്ല ധരിക്കുന്നെങ്കിലോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. സഞ്ജന നോക്കിക്കോ, സഞ്ജു ഏട്ടൻ ഈ ഡ്രസ് അണിഞ്ഞേ വരൂ. ആ മനസ്സ് എനിക്കറിയാം. ഈ ഡ്രസ് സഞ്ജനയ്ക്ക് ഇഷ്ടായോ? ഇഷ്ടായി, നന്നായിട്ടുണ്ട്.
എന്നാ ഇപ്പൊ തന്നെ ഈ ഗിഫ്റ്റ് സഞ്ജുട്ടിന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കട്ടെ. ശരി ശരി, ഹസ്ബൻഡിന്റെ സ്നേഹം അളക്കാനുള്ളതല്ലേ, വേഗം ചെല്ല്. ഇല്ലെങ്കിൽ ചിലപ്പോ ആള് വേറെ ഡ്രസ്സ് മാറി എടുത്തിട്ടാലോ. അയ്യോ, അത് വേണ്ട. അതിനു മുൻപ് ഞാനിത് ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പോവാ. എന്താ സ്വാതി? സഞ്ജു, എനിക്കിത് തീരെ ഇഷ്ടമായിട്ടില്ല. അമ്മ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഞാൻ സഹിക്കുക. പക്ഷെ നമ്മള് ഫാമിലി ആയിട്ട് നടത്തുന്ന ചടങ്ങില് എന്തിനാ അമ്മ ദക്ഷയും സഞ്ജനയും ഇങ്ങോട്ട് ക്ഷണിച്ചത്? അവൾ അവരെ ക്ഷണിച്ചത് നിന്നോട് പറഞ്ഞോ? മമ്മിയും മോളും താഴെ വന്ന് ഇരിപ്പുണ്ട്. അവൾക്ക് അവരൊക്കെ ഇപ്പൊ ബന്ധുക്കളല്ലേ. അകത്തും പുറത്തുമായിട്ട് അമ്മ നമ്മുടെ സ്വസ്ഥത കെടുത്തുവല്ലേ സഞ്ജു. അമ്മൂനെ കൊണ്ട് ഞാൻ സഹി കെട്ടു. അവള് ക്ഷണിച്ചിട്ടല്ല അവര് വന്നത്. നമുക്കത് ക്ഷമിച്ചു കളയാതെ പറ്റുമോ? അങ്ങനെ ക്ഷമിച്ചു കളയാവുന്ന കാര്യമാണോ ഇത്? അവളുടെ ഭർത്താവ് സഞ്ജു ആണെന്നാ അവള് ദക്ഷയോട് പറഞ്ഞിട്ടുള്ളത്. ആ സ്ത്രീ അത് വെച്ച് നമ്മളെ നാണം കെടുത്തില്ലേ? സത്യം ദക്ഷയ്ക്കറിയാവുന്നതല്ലേ. ദക്ഷയിൽ നിന്ന് അമ്മൂനെ അകറ്റാണ് നമ്മൾ നോക്കേണ്ടത്. സത്യം പറഞ്ഞ സഞ്ജുന്റെ ബർത്ത്ഡേക്ക് ഞാൻ അച്ഛനും അമ്മയും വിളിക്കാത്തത് അമ്മ ഇടയ്ക്ക് കയറി നിൽക്കുമെന്ന് കരുതിയാ. അങ്ങനെ സംഭവിച്ച അമ്മ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് അറിയില്ല സഞ്ജു. ഈ ഫംഗ്ഷനെ വേണ്ടത് വെക്കേണ്ടതായിരുന്നു. അത് നടക്കട്ടെ സഞ്ജു. അവള് സഞ്ജുവിനെ ധരിക്കാൻ എന്തോ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുന്ന കേട്ടു. അവളത് ധരിക്കാൻ സഞ്ജുനെ നിർബന്ധിക്കും. അത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവൾക്ക് വാക്കുന്നല്ലേ. അല്ല, എന്താ നീ എനിക്ക് വേണ്ടി വാങ്ങി വെച്ചത്? അത് സഞ്ജുന്റെ ടേബിളിന്റെ മുകളില് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡ്രസ് ബോക്സിന്റെ പുറത്ത് ഒരു ഗ്രീറ്റിംഗും ഉണ്ട്. സഞ്ജു അത് ധരിച്ചു വാ. എന്നാലും ഡ്രസ് എന്താന്ന് പറയില്ലല്ലേ? അതൊരു സർപ്രൈസ്. ചെല്ല്, അമ്മ കയറി വരുന്നതിന് മുമ്പ് സഞ്ജു ഡ്രസ് ചെയ്ത് വാ. ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പല്ലവി, നീ ഇങ്ങനെ കരയാതെ കാര്യം പറ. അമ്മ വഴക്ക് പറഞ്ഞതിന്റെ സങ്കടം നിനക്ക് ഇതുവരെ മാറിയില്ലേ? പല്ലവി, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട, മറന്നു കളയ്. എന്നിട്ട് കൂളാവ്. അമ്മയല്ലേ വഴക്ക് പറഞ്ഞത്, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ബിപിൻ സാറിന്റെ അമ്മ മാത്രമല്ല, സുശീല ആന്റിയും പാർവതി ചേച്ചിയും എല്ലാരും എന്നെ വഴക്ക് പറയാ. ആർക്കും എന്നെ കണ്ടൂടാ. എടോ, അതൊക്കെ നിന്റെ തോന്നല പല്ലവി. നീയും എന്റെ അമ്മയും തമ്മില് അടയും ചക്കരയും പോലെ ആയിരുന്നില്ലേ? നിന്റെ ചേച്ചിക്കും നീ എന്ന് വെച്ചാ ജീവന. സുശീല ആന്റിയെ നീ കണക്കിലെടുക്കണ്ട, അതൊരു കഥയില്ലാത്ത ജന്മോ. ശരി, സുശീല ആന്റിയെ കണക്കിലെടുക്കാതിരിക്കാം. പക്ഷെ വിപിൻ സാറിന്റെ അമ്മയും പാർവതി ചേച്ചിയും എന്നെ വഴക്ക് പറഞ്ഞാ എനിക്കത് സഹിക്കാനാവില്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷനില് അവര് നിന്നോട് മുഖം കറുപ്പിച്ചോന്നല്ലാതെ അവർക്ക് നിന്നോട് നിത്യശത്രുതയൊന്നും ഇല്ലല്ലോ. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ അതിവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാരും എന്നൊരു അധിക പ്രസംഗമായിട്ടാ കാണുന്നത്. സാറ് ചിരിക്കുകയാണോ? പല്ലവിയുടെ ഈ പരിഭവവും പിണക്കവും ഒക്കെ കാണാനേ നല്ല രസമുണ്ട്. സാറിന് തമാശ. ഞാൻ ഇവിടെ എന്റെ നെഞ്ചു നിറഞ്ഞ കാര്യ പറയുന്നത്. എന്റെ വിഷമം സാറെങ്കിലും കേൾക്കുമെന്ന് കരുതി. പക്ഷെ സാറും അത് കാര്യമാക്കി എടുക്കുന്നില്ല. വേണ്ട സാറേ, ഞാൻ ഒന്നും പറയുന്നില്ല.
എന്റെ സങ്കടം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കാം. എടോ, താൻ എന്നോട് പിണങ്ങലെടോ. പിന്നെന്താ സാറിനൊരു ഗൗരവം ഇല്ലാത്ത? എനിക്ക് നല്ല ഗൗരവം ഉണ്ടല്ലോ, താൻ പറഞ്ഞു. സാറേ, ആ സന്യാസി വ്യാജനാണെന്ന് പറഞ്ഞാനാ സാറിന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞത്. അയാൾ ഒരു വ്യാജൻ തന്നെയായിരുന്നു സാറേ. അതുകൊണ്ടാ അയാൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തത്. മന്ത്രതന്ത്ര യന്ത്രങ്ങളൊന്നും കള്ളത്തരത്തിനും പണം സമ്പാദിക്കാനും വേണ്ടി ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താ ഇതുപോലെ ജീവഹാനി ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ വാക്ക് ആദ്യമേ കേട്ടിരുന്നെങ്കിൽ ഇവിടെ ഈ ദുരന്തം ഒഴിവാകുമായിരുന്നല്ലോ. ഞാനിവിടെ നിൽക്കുന്നില്ല സാറേ. എന്നെ കുറ്റപ്പെടുത്തി ശകാരിക്കുകയും ചെയ്യുന്നവരുടെ ഇടയില് ഞാൻ എന്തിനാ നിൽക്കുന്നേ? ഞാൻ പോവാ. പല്ലവി എവിടെ പോകുന്നു? നാട്ടിലേക്ക് പോവാണോ? നാട്ടിലേക്കൊന്നും ഞാനില്ല. പിന്നെ? എനിക്കറിയില്ല, എവിടേക്കെങ്കിലും പോണം. ഏതായാലും എന്നെ കുറിച്ച് ചിന്തിക്കാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എവിടെ പോയാലും ആർക്കെന്താ? പല്ലവി, അവിവേകം ഒന്നും കാണിക്കാൻ നിൽക്കരുത്. നിന്നെ ഇവിടെ ആരും വഴക്ക് പറയാതിരുന്നാ പോരെ? പോരേന്ന്. അത് മതി. എന്നാൽ ഇനി ആ വിഷയം നീ എനിക്ക് വിട്ടേക്ക്. ഇനി നിന്നെ ഇവിടെ ആരും ശകാരിക്കില്ല. ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ അമ്മയൊന്ന് കണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ പൊന്നു മോനെ, എനിക്ക് ഇയാളുമായി യാതൊരു ബന്ധവുമില്ല. അമ്മ എന്നോട് കള്ളം പറയരുത്. ഒരു ബന്ധവുമില്ലാതെ അയാളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കോ? മോനെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ ഫോട്ടോയിൽ ഇയാൾ എങ്ങനെ വന്നു എന്നല്ലേ നിന്റെ ചോദ്യം? ഈ ഫോട്ടോ എടുക്കാനുണ്ടായ സിറ്റുവേഷൻ നിന്നോട് പറഞ്ഞാൽ നിനക്കത് ബോധ്യപ്പെടും. ഈ ഫോട്ടോ എടുത്തത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വെച്ചാണ്. അവിടെ വിപിന് പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. കൂടെ വിനയെയും ഞാൻ കൊണ്ടുപോയിരുന്നു. ഈ രണ്ട് പിള്ളേരും കുഞ്ഞിലെ വെളുത്ത് തൊടുത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നില്ലേ? ആര് കണ്ടാലും രണ്ടുപേരെയും എടുത്ത് ഓമനിക്കാനേ തോന്നും. അങ്ങനെ അവിടെ വെച്ച് ഈ മനുഷ്യന് പിള്ളേരെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇവർക്കും എനിക്കൊപ്പം, ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അയാള് ചോദിച്ചു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഈ കക്ഷി എനിക്കറിയാലോ, ഗായത്രി ചേച്ചിയുടെ വിശ്വസ്തൻ. അയാൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തിനാ മടിക്കുന്നേ? നമുക്കറിയാവുന്ന ആളല്ലേ, എടുത്തോളാൻ ഞാൻ പറഞ്ഞു. അയാൾ ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് പിന്നീട് അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. പ്രഭാവതി, നീ ആൾ തികഞ്ഞ ക്രിമിനൽ തന്നെ. എത്ര പെട്ടെന്നാണ് നീ കഥ മെനഞ്ഞത്. മോനെ, അമ്മ പറഞ്ഞതാ സത്യം. പിന്നെ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇയാള് ഭാവിയിൽ മോന്റെ അമ്മയുടെ കൊലപാതകയാവുന്നൊന്നും എനിക്കറിയില്ലല്ലോ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നീ എന്നെ സംശയിച്ചത് തീരെ ശരിയായില്ല വിശാൽ. വസ്തുതകള് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു നിന്റെ പ്രതികരണം. അമ്മേ, ഞാൻ അയാളെ ഈ ഫോട്ടോയിൽ കണ്ടപ്പോ പെട്ടെന്ന് എന്റെ നിയന്ത്രണം വിട്ടുപോയി.
ആ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മോനെ. നിന്റെ സ്ഥാനത്ത് ഞാനായാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായി. പോലീസിന് ശേഖരനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത് ഈ ഫോട്ടോ കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാ. ഇതുണ്ടായിരുന്നതുകൊണ്ടാണ് പോലീസിന് ശേഖരനെ പിടികൂടാൻ സാധിച്ചതെന്ന് തന്നെ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥനയെ മാനിച്ച് നമ്മൾ നൽകുന്ന ഈ വർഷത്തെ ഏറ്റവും പ്രശസ്ത ഗായികയ്ക്കുള്ള അവാർഡ് ഉടൻ വിതരണം ചെയ്യും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. എല്ലാവരുടെയും അഭ്യർത്ഥനയെ മാനിച്ച് മനോഹരമായ ഒരു ഗാനം ആലപിച്ച് നമ്മളെ എല്ലാം വിസ്മയിപ്പിച്ച ശ്യാമയെയും ക്ഷണിക്കുന്നു. മാഡം ക്ഷമിക്കണം. അവാർഡ് കാര്യത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ ഞങ്ങൾ നിർബന്ധിതരായി. പ്രശസ്ത ഗായികയ്ക്കുള്ള അവാർഡ് വസുന്ധര മേഡവും വിസ്മയയും ചേർന്ന് ശ്യാമയ്ക്ക് കൊടുക്കണം. അല്ല, അത് പിന്നെ ഞങ്ങളുടെ ട്രസ്റ്റിന്റെ തീരുമാനം അങ്ങനെ. ഓഡിയൻസിന്റെ ഇഷ്ടം ഞങ്ങൾ മാനിക്കുക. കൊടുത്തോളൂ. പ്ലീസ് മാഡം കൊടുക്കൂ. വിസ്മയമായി ചേർന്ന് കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ അമ്മേ, എന്താന്ന് പറ, കേക്കട്ടെ. അത് ഫംഗ്ഷന് പോയപ്പോ
ഫംഗ്ഷൻ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വന്നതാ. എന്നാലും അങ്ങനെ വരാൻ ഒന്നുമില്ല. നമ്മള് സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ശ്യാമ വെറുതെ അല്ല കൃഷ്ണനെ തൊഴുന്നേ. ആ കടാക്ഷം അവൾക്കൊപ്പം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അവിടെ നടന്നതൊക്കെ ഇപ്പോഴും ഒരു മായ പോലെ എനിക്ക് തോന്നുന്നേ. എന്തായാലും ഇന്നൊരു കാര്യം എനിക്ക് ഉറപ്പായി. അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് അരുന്ധതി ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം വെറും ഷോയായിരുന്നു. എന്റെ അഖിമോനും ആനന്ദേട്ടനും പറഞ്ഞതാ ശരി. വിസ്മയ്ക്ക് വേണ്ടി അവാർഡ് കിട്ടിയ ആ പാട്ട് ഉൾപ്പെടെ പാടിക്കൊടുത്തത് ശ്യാമയാ. ആ വിസ്മയ വെറും ഡമ്മിയാ. അത്ര മനോഹരമായ ശബ്ദം നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ശ്യാമയാ. ഞാനന്ന് ഫംഗ്ഷൻ ഇവിടെ വെച്ച് ശ്യാമയാക്കിയും ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. അതോർത്ത് എനിക്കിപ്പോ വല്ലാത്ത വിഷമം തോന്നാ. അഖിയും ശ്യാമയും ആ അവാർഡുമായിട്ട് എന്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്തതിനെല്ലാം ആളുകളുടെ മുന്നിൽ വെച്ച് പകരം ചോദിക്കുമെന്ന് ഞാൻ ഭയന്നു. പക്ഷേ ദൈവഭാഗ്യം കൊണ്ടാവാം അതുണ്ടായില്ല. അത് അഖിയുടെയും ശ്യാമയുടെയും മനസ്സിന്റെ നന്മ ഉണ്ട്. അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്തിന്റെ പേരിലായാലും ശരി സ്വന്തം അമ്മയെ ഇൻസൾട്ട് ചെയ്താൽ അതിന്റെ കുറച്ചിൽ അവർക്കാണെന്ന ബോധം രണ്ടാൾക്കുമുണ്ട്. അതാ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും വസുവിനോടുള്ള സ്നേഹവും ബഹുമാനവും രണ്ടാളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ശ്യാമയുടെ അഖിയുടെയും മഹത്വമായി നമ്മൾ കാണേണ്ടത്. തെറ്റാർക്കും പറ്റാം. അങ്ങനെ ശ്യാമയുടെ പേരിൽ ഒരു സംശയം വസുവിനുണ്ടായി. ഇപ്പോ അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇനി വേണ്ടത് പറ്റിപ്പോയ തെറ്റ് തിരുത്തുക. അതിനെന്താ വേണ്ടതെന്ന് ആലോചിക്കുക. അതാ ഒരു അമ്മയെന്ന നിലയിൽ വസുവിന് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അഖിയും ശ്യാമയും തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ചാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദേട്ടാ, ഞാൻ വരച്ചു കഴിഞ്ഞു. അമ്മയുടെ ചിത്രമാണല്ലോ. അപ്പൊ അച്ഛന്റെ മനസ്സിലുള്ളത് അമ്മയാണല്ലേ? അമ്മയോട് ഏറ്റവും ഇഷ്ടം എന്നോടല്ലേ? അയ്യോ എന്റെ അച്ചു, വലിയേട്ടനെ അഞ്ജലി ചേച്ചി കഴിഞ്ഞേ ആരുള്ളൂ. നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. ഞാൻ ഹാപ്പിയാണല്ലോ, അല്ലെന്ന് പറഞ്ഞോ? ആര്യ, ഞാൻ വേറൊരാളെ കുറിച്ചാ പറഞ്ഞത്. ഇതിപ്പോ പ്രസാദേട്ടൻ പറഞ്ഞ ആളുടെ ചിത്രം തന്നെയാ ഇത്. അതെങ്ങനെ ശരിയാവും? അതെനിക്കറിയില്ല. അതെനിക്കറിയാം. ഞാൻ പറയട്ടെ,
വലിയേട്ടന്റെ മനസ്സിലിപ്പോ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ അഞ്ജലി ഏട്ടത്തി മാത്രമാ. അഞ്ജലി ചേച്ചിയുടെ ചിരിയും മുടിയും കണ്ണും രൂപവും ഒക്കെ. അതുകൊണ്ടാ ഇപ്പൊ വേറെ ആരുടെ ചിത്രം വരപ്പിക്കാൻ ശ്രമിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും അവസാനം അഞ്ജലി ചേച്ചിയുടെ രൂപത്തിൽ തന്നെ വന്നു നിന്നത്. ഞാൻ രാധയെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത്. എന്റെ മനസ്സിൽ രാധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇതെങ്ങനെ അഞ്ജലിയുടെ ചിത്രമായി? നീ എന്തിനാ പ്രസാദ് ടെൻഷൻ അടിക്കുന്നത്? എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലുള്ളത് പുറത്തു പറഞ്ഞാൽ മറ്റു പല പെണ്ണുങ്ങളുടെയും ചിത്രമായിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷെ ഇതിപ്പോ നീ മറ്റാരെയെ കുറിച്ച് പറഞ്ഞിട്ടും അവസാനം അഞ്ജലിയിൽ എത്തിയില്ലേ കാര്യങ്ങള്? എന്താ അതിന്റെ അർത്ഥം? നീ നല്ലൊരു ഭർത്താവാണെന്നല്ലേ? 10ൽ 10 പൊരുത്തവും തികഞ്ഞ നിങ്ങളെപ്പോലുള്ള മറ്റൊരു ദമ്പതിമാരില്ലെന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ട. കുട്ടികളുടെ ജീവിതം ഭദ്രമാക്കാനുള്ള എന്റെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുന്നത് തന്നെ വലിയ ത്യാഗമാ പ്രസാദേട്ട. അതിനപ്പുറം പ്രസാദേട്ടന്റെ സ്വന്തം ഇഷ്ടങ്ങൾ തകർത്തുകൊണ്ട് പ്രസാദേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ഒരുക്കമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ എന്നോട് ഈ പിണക്കം? എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് വന്നാ വലിയച്ചിക്ക് വിഷമായെന്ന് തോന്നിയ കാല് പിടിച്ച് മാപ്പ് പറയാനും മനസ്സുകൊണ്ട് ഒരു കുറച്ചിലും ഇല്ലാത്തവളാ ഞാൻ. സത്യമാ ഞാൻ പറഞ്ഞത്. പെറ്റമ്മയെ കണ്ട ഓർമ്മ എനിക്കിതുവരെ ഇല്ല. സുഭദ്രേച്ചിയാ നമ്മളെ വളർത്തിയത്. അമ്മയെല്ലാന്ന് അറിഞ്ഞിട്ടും ഒരമ്മയുടെ വാത്സല്യം കിട്ടാനുള്ള കൊതി കൊണ്ടാ സുഭദ്രേച്ചിയെ നമ്മള് സുഭദ്രാമയെന്ന് വിളിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആരുമില്ല. അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്ഥാനത്ത് എനിക്ക് ആകെയുള്ളത് എന്റെ വല്യേച്ചിയാ. ആ വല്യേച്ചി ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് സഹിക്കാൻ കഴിയില്ല. ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒക്കെയുള്ള അവകാശം തീരെഴുതി തന്നിട്ടുണ്ട് ഞാൻ. എന്നാലും എനിക്കറിയണ്ടേ എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന്? പറ വല്യേച്ചി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പ്രസാദേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച നിന്നെ കൊണ്ട് ആ പടം വരപ്പിച്ചത്. എത്ര ഡീറ്റെയിൽ ആയിട്ടാ ഓരോ കാര്യങ്ങളും നിന്നോട് പറഞ്ഞു തന്നത്. കണ്ണും മൂക്കും ചെവിയും അങ്ങനെ അങ്ങനെ അങ്ങനെ. പ്രസാദേട്ടന്റെ ഹൃദയത്തില് പതിഞ്ഞു പോയ ഏതോ ഒരു പ്രിയപ്പെട്ട രൂപമായിരുന്നു അത്. അവസാനം പറഞ്ഞു തന്ന അതേ ആളെ ക്യാൻവാസിൽ കാണാമെന്ന് മോഹിച്ചു നോക്കിയപ്പോ നീ എന്തിനാ എന്റെ പടം വരച്ചു കാണിച്ച് കബളിപ്പിച്ചത്? അതാണ് എനിക്ക് മുറിവേറ്റത്. അയ്യോ, സത്യമായിട്ടും ഞാൻ ആരെയും പറ്റിച്ചതൊന്നും അല്ല വല്യേച്ചി. പ്രസാദേട്ടൻ പറഞ്ഞ ഓരോ ഡീറ്റെയിലും ചേർത്ത് വെച്ച് തന്നെയാ ഞാൻ പടം വരച്ചത്. തുടങ്ങുമ്പോ എനിക്കറിയില്ലായിരുന്നു അത് ആരുടെ പടമായിരിക്കുമെന്ന്. ഒടുവില് വല്യേച്ചിയുടെ രൂപം തെളിഞ്ഞു വന്നപ്പോ സത്യം പറഞ്ഞ ഞാനും അമർന്നു പോയി. ഒരുപക്ഷെ ചേച്ചിയുടെ ഡീറ്റെയിൽസ് തന്ന് പ്രസാദേട്ടൻ എന്നെ പറ്റിക്കാണെന്നാ ഞാൻ വരച്ചു കഴിഞ്ഞപ്പോ ഓർത്തത്. നീ എന്താ ആര്യെ പറയുന്നേ? വരയ്ക്കാൻ പോകുന്ന ചിത്രം നിനക്കറിയില്ലായിരുന്നുവെന്നാണോ? സത്യം. ഒരു പദപ്രശ്നം യോജിപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തോന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രസാദേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാ. പ്രസാദേട്ടൻ എന്റെ പടം തന്നെയാണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ അതെങ്ങനെ ശരിയാവും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വലിയച്ചിക്ക് അറിയാലോ, പ്രസാദേട്ടൻ എനിക്ക് സ്വന്തം വലിയേട്ടനെ പോലെയാ. അദ്ദേഹത്തെ കളിയാക്കാനോ കബളിപ്പിക്കാനോ ഞാൻ എന്തെങ്കിലും ചെയ്യോ? ഒരിക്കലും ഇല്ല. ഇതിലെന്തോ കാര്യമുണ്ട്. ചിലപ്പോ കുറച്ചു കാലം കഴിയുമ്പോഴേ ആ മാജിക്കിന്റെ രഹസ്യം തെളിഞ്ഞു വരുള്ളായിരിക്കും. അതുവരെ വല്യേച്ചി എന്നെ അവിശ്വസിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതില്. സാരമില്ല, നീ പോയി കിടന്നോ. എനിക്ക് നിന്നോട് ഒരു പ്രശ്നവും ഇല്ല. താങ്ക് യു വല്യേച്ചി. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? പ്രസാദേട്ടൻ മനസ്സിലുള്ളൊരു പെണ്ണിന്റെ രൂപ വരയ്ക്കാൻ പറഞ്ഞത്. ഞാൻ വരച്ചത് ചേച്ചിയുടെ രൂപവും. ഏതൊരു ഭാര്യയ്ക്കും ഉള്ളില് സന്തോഷം തോന്നേണ്ടതല്ലേ
ഇത് കാണുമ്പോ. പക്ഷേ ചേച്ചി ആ നിമിഷം മുതൽ ദാ ഇപ്പോ വരെ അതിൽ വിഷമിക്കുന്നേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ തമ്മില് നല്ല ഭാര്യ ഭർത്താക്കന്മാരല്ലേ അപ്പോ? അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാം ഒന്ന് ഇരുണ്ട് വെളുത്തതല്ലേ? ഐശ്വര്യപൂർവ്വം കയറിയാ മതി. ഇനി അകത്തേക്ക് കയറിക്കോളൂ. നിക്ക്. നിന്നോട് അകത്തേക്ക് കയറാൻ ഞാൻ പറഞ്ഞില്ല. അതെന്താ മുത്തശ്ശി അങ്ങനെ? നന്ദിനോട് മാത്രമേ ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞുള്ളൂ. ഇവളോട് ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞില്ല. പിന്നെ ഇവളെവിടെ താമസിക്കുമേ? ഇവൾ ഇതുവരെ താമസിച്ചത് ഔട്ട് ഹൗസിലല്ലേ? അവിടെ തന്നെ തുടർന്ന് താമസിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനും അവളോടൊപ്പം ഔട്ട് ഹൗസിൽ താമസിച്ചോളാം. നന്ദിനി, ഞാൻ പറഞ്ഞത് ധിക്കാരമായിട്ട് അമ്മ കരുതരുത്. ഇവളെ ഇനി അങ്ങനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റില്ല. നീ എന്റെ മകളാണ്, എന്റെ വളർത്തുമകൾ. ഞാൻ അമ്മയ്ക്ക് മകളായതുപോലെ മീനാക്ഷിയും എനിക്ക് മകളമ്മേ. ഞാൻ എന്റെ അമ്മയോട് അവിവേകം പറയല്ല. നിയമപരമായി ഇവളുടെ കസ്റ്റോഡിയൻ ഞാനാ. നിയമപരമായും വ്യക്തിപരമായും ഇവൾ എനിക്ക് പ്രിയപ്പെട്ടതാ. അതുകൊണ്ട് ഇവളെ വിട്ടുമാറാൻ അമ്മ എന്നെ നിർബന്ധിക്കരുത്. അപ്പോ നീ പിന്നെ എന്നെ വേദനിപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഞാനിങ്ങനൊരു തീരുമാനം എടുക്കുന്നത് നമ്മൾ ആരും വേദനിക്കാതിരിക്കാനമ്മ. ഇതാ ശരിയെന്ന് അമ്മയ്ക്ക് പിന്നീട് മനസ്സിലാവും. വാ മീനാക്ഷി. ഇപ്പൊ അമ്മയ്ക്ക് ചെറുതായി വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മ ക്ഷമിക്കണം. ഈ വേദന സാരമില്ല. പിള്ള ചവിട്ടിയ തള്ളയ്ക്ക് കേടില്ലെന്ന് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. മാമോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജയരാമനങ്ങളുടെയും ദേവമ്മയുടെയും കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ അമ്മയാണ്. ജയരാമനങ്ങളിനെ ദേവമ്മയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു ക്രൂരയായ സ്ത്രീയായിരുന്നു നിന്റെ അമ്മ. മീനാക്ഷി, മോളെന്താ ആലോചിക്കുന്നത്?
ഞാൻ ആലോചിച്ചത് നന്ദിനമ്മയുടെ ജീവിതം തകർത്ത എന്റെ അമ്മയെക്കുറിച്ച്. അച്ഛനും അതിന് കൂട്ടുനിന്നു. എന്നാലും ഒന്നാം പ്രതി എന്റെ അമ്മ മാധുരി തന്നെയാ. മാധുരിയോട് എനിക്കിപ്പോ വെറുപ്പാ. മോളെ, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യരെല്ലാവരും കുറ്റവും കുറവൊക്കെ ഉള്ളവർ തന്നെയാ. ആരും മുഴുവനായി നല്ലവരല്ല. നോക്ക്, എന്റെ മോളൊരിക്കലും അമ്മയെ വെറുക്കരുത്. പെറ്റമ്മയെ വെറുക്കുന്നവരെ ദൈവം വരെ വെറുക്കും. എന്തായാലും നിന്നെപ്പോലൊരു നല്ല മകളെ പ്രസവിച്ചവളല്ലേ മാധുരി. അവൾക്ക് എന്തായാലും ഒരു പുണ്യമില്ലാതെ എങ്ങനെ സംഭവിക്കോ? എനിക്ക് ഇങ്ങനൊരു മകളെ തന്നിട്ട് പോയ മാധുരിയെ എനിക്ക് മറക്കാൻ പറ്റുമോ? അമ്മേ, പോട്ടെ. മുത്തശ്ശി പറഞ്ഞൊന്നും അമ്മ കാര്യാക്കണ്ട. മുത്തശ്ശി ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞായിരിക്കില്ല. നേരത്തെ താമസിച്ചതുപോലെ മീനാക്ഷി ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കട്ടെ. അമ്മ വീട്ടിലേക്ക് വാ. ഇല്ല മോനെ, അമ്മ വരില്ല. അമ്മ എന്നെ ദത്തെടുത്ത പോലെ ഇവളെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദത്തെടുത്തത്. അമ്മേ, ഇവളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടും വരില്ല. ഞാൻ ഈ മുറിയില് ഇവളോടൊപ്പം താമസിച്ചോളാം. മോൻ വിഷമിക്കണ്ട. അവകാശങ്ങളൊന്നും ഇല്ലെങ്കിലും നീയും എനിക്കും മോന. ഇപ്പതേ ദൈവം എനിക്കൊരു മോളെ കൂടി തന്നിരിക്കുന്നു. മക്കളില്ലാത്ത എനിക്ക് 2 മക്കൾ. ഒരു പൂവ് ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്ന ദൈവം എത്ര വലിയവനല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.